മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക കഥ പുറത്തു വരികയാണ്. കൊലപാതകമാണ്. അതൊരു ഒരു 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 കഥയുടെ രൂപത്തിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കണ്ണൂർ ഈ ഇരിക്കൂർ ഭാഗത്ത് കർണാടകയിൽ നിന്നൊരു പെൺകുട്ടിയെ സുഭാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ 22 വയസ്സേ ഉള്ളായിരുന്നുള്ളൂ. അവർക്കൊരു കുട്ടിയുണ്ടായി, ഒരു പെൺകുഞ്ഞ്. അതിന് 2.5 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിനെ ഒരു 19 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നർത്ഥം. 18 19 കല്യാണം കഴിച്ചാണ്. സുഭാഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ഗൾഫിലാണ്. സുഭാഷിന് ഒരു എൻ്റെ അമ്മ സുമത എന്ന് പറയുന്ന ഒരു സ്ത്രീയും, അതുപോലെ തന്നെ സുഭാഷിൻ്റെ അനുജൻ സുരേഷ് എന്ന് പറയുന്ന ഒരു പയ്യനും ആ വീട്ടിൽ താമസമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സുമതയും സുരേഷും കൂടെ അവർ സാധാരണ പോകുന്ന പോലെ ചെങ്കൽ ക്വാറിയിൽ ജോലിക്ക് പോയി. അപ്പോൾ ഈ ചെങ്കൽ വെട്ടിയെടുക്കുന്ന ആ ക്വാറിയാണ്, അതിൽ ജോലിക്ക് പോയി. രാവിലെ പോയതാണ്. വൈകുന്നേരം വന്ന് സുമത നോക്കുമ്പോൾ വീട്ടിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു 30 പവനുണ്ടായിരുന്നു, അത് കാണാനില്ല. അത് മോഷണം പോയിട്ടുണ്ട്. അത് കൂടാതെ സുരേഷിൻ്റെ അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന 5 ലക്ഷം രൂപയും പോയി. ഈ അന്ന് തന്നെ അതേ ദിവസം ഈ പെൺകുട്ടി, ദർശിത എന്നാണ് ഇതിൻ്റെ പേര്, ഈ പെൺകുട്ടി നേരെ അതിൻ്റെ വീട്ടിലേക്ക് പോന്നു. അതായത് ഈ കുഞ്ഞിനെയും കൂട്ടി അതിൻ്റെ വീട് ഹുൻസൂരിലുള്ള വീട് കർണാടകയിൽ അവിടെ പോയി. അവിടെ പോയതിന് ശേഷം ഈ കുഞ്ഞിനെ അവിടെ ആക്കുന്നു. പിന്നെ വൈകുന്നേരം ഈ സുമത വരുമ്പോഴാണ് അറിയുന്നത് ഈ സ്വർണം കാണാനില്ല, പ്രശ്നമായി. അപ്പം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു, ഇതുപോലെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞു, പണവും കാണാനില്ല എന്ന്. പോലീസുകാർ വന്ന് അന്വേഷിച്ചു. പോലീസിന് പരിചയമുണ്ടല്ലോ ഇത് കണ്ടപ്പോൾ. പോലീസുകാർ അന്നേരം മനസ്സിലാക്കി ഇത് ഈ പണമൊക്കെ ഇരിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇത് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ്. അതായത് മോഷണം എന്ന് പോലും പറയാൻ ഒക്കത്തില്ല, കാരണം ഒരു കവർച്ച അതൊന്നുമല്ല നടന്നേക്കുന്നത് എന്നായി. അപ്പോൾ വിരലുകളൊക്കെ ഈ ദർശിതയുടെ നേരെ ചൂണ്ടാൻ ഇടയായി. പിന്നെ അതിൻ്റെ പിറ്റേ, അത് വെള്ളിയാഴ്ച ആണ്, ഞായറാഴ്ചയാണ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം അറിയുന്നത്. ഈ സാലി ഗ്രാമം സാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കർണാടകയിൽ തന്നെ, അവിടെ ഒരു ലോഡ്ജ് മുറിയിൽ ഈ ദർശിത തല പൊട്ടിച്ചെതറി മരിച്ചു കിടക്കുകയാണ്, കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ആ ലോഡ്ജ് മുറിയിൽ ഇതിനോടൊപ്പം അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരുത്തൻ താമസം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ നാട്ടിൽ നല്ല ചീത്തപ്പേരുള്ളവനാണ്, വായി നോക്കി നടക്കുന്ന ഒരുത്തനാണ്. അവനെ ആളുകളെ കളിപ്പിക്കാനും ഒക്കെ നടക്കുന്നതാണ്. ഒരുപാട് അവൻ്റെ പേര് പരാതികളും കേസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവനെ കാണാനില്ല. കർണാടക പോലീസ് അവനെ തപ്പിയെടുത്തു കേട്ടോ. എടുത്തപ്പോൾ അവൻ പറഞ്ഞത് ഈ പെണ്ണിനെയും കൂട്ടി ഇവിടെ സാലി ഗ്രാമത്തിൽ ഇവിടെ വന്ന് മുറിയെടുത്തു. അതിനുശേഷം ഞായറാഴ്ച രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അവൻ വെളിയിലോട്ടങ്ങാണ്ട് പോയി. പിന്നെ വന്ന് നോക്കിയപ്പോൾ മുറി പൂട്ടിയെ കാണാം, അകത്ത് നിന്ന് അടച്ചേക്കുന്നു. പിന്നെ ലോഡ്ജിലെ ആളുകളെ സഹായത്തിന് വിളിച്ച് ആ മുറി തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് എന്നാണ് അവൻ്റെ വെർഷൻ. പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചു, കർണാടക പോലീസ്. അപ്പോഴാണ് ഈ കാര്യം വെളിയിലേക്ക് വരുന്നത്. ഇവനെ സ്ഥിരമായിട്ട് ഈ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടിരുന്നു ഒരുപാട്. അങ്ങനെ ആ പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കുകയല്ല, ആ രീതിയിൽ വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് ബാധ്യത ഈ പെണ്ണിനായി. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്ത് നിന്ന് ഈ പെൺകുട്ടി ഈ പണത്തിനെ സംബന്ധിച്ചിടത്തോളം അവനുമായിട്ട് വാക്കേറ്റമുണ്ടായി. അപ്പോൾ അതിനെ കൊന്ന രീതിയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഇവനെന്താ ചെയ്തതെന്നറിയോ? ഒരു ഡിറ്റണേറ്റർ ഇതിൻ്റെ വായിൽ വെച്ചു, തിരിയിട്ട് വാ മൂടി കെട്ടിയിട്ട് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കൊടുത്തു. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിത്തെറിക്കുമല്ലോ, ഡിറ്റണേറ്റർ അല്ലേ. അങ്ങനെയാണ് അത് പൊട്ടിച്ചാണ് ഈ തല ചിന്നിച്ചെതറിപ്പോയത്. ഇതിൻ്റെ എന്ത് ദാരുണമായ ഒരു സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വഴിവിട്ട ബന്ധങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എവിടാണെന്ന് നോക്കിക്കോളൂ. 22 വയസ്സേ ഉള്ളൂ.
ഈ പെണ്ണിന്. അത് ഇതേപോലെ ദാരുണമായിട്ട് കാമുകനാൽ കൊല്ലപ്പെടുകയാണ്. അവനെ വിശ്വസിച്ച് ഇതിറങ്ങി അങ്ങോട്ട് പോകുന്നതാണ്. വീട്ടിൽ നിന്നുള്ള പണവും സ്വർണവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയതാണ്. അവസാനം പണവും പോയി, സ്വർണവും പോയി, പെണ്ണും പോയി. ഇതാ സംഭവിച്ചേക്കുന്നത്. അതൊരു കാര്യം ചെയ്തു. ഏതായാലും അതിൻ്റെ വീട്ടിൽ, ഹുൻസൂരിലുള്ള വീട്ടിലാണ് കൊണ്ടുവന്ന് ഈ പെണ്ണ് ആ കുഞ്ഞിനെ കൊണ്ടാക്കിയത്. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഈ കാമുകനോടൊപ്പം ഇങ്ങനെ വരുന്നത്. അത് സുഹൃത്താണ്, ആൺ സുഹൃത്ത്. ഈ സൗഹൃദ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. എത്ര എണ്ണം, ഒന്നും വേണ്ട. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ദൂരെയൊന്നും അല്ല, അവിടെ ഒരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. 68 വയസ്സുകാരനാണ്. അത് ഇവന് ഒരു ദിവസം രാത്രി അവിടെ ചെല്ലുന്നു. ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോട് ഇരുന്നപ്പോൾ ആ സ്ത്രീക്ക് ചോക്കിങ്, പെട്ടെന്ന് അവരുടെ ശ്വാസം മുട്ടൽ വന്നു. അപ്പോൾ അവിടെ ഇരുന്ന ഏതാണ്ട് ജ്യൂസോ ഏതാണ്ട് ഇയാളെടുത്ത് കൊടുത്തിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. കാര്യം പേടിച്ചു പോയി. അത് നോക്കിയിരിക്കുന്ന 2 പേരുണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിൽ കയറാൻ. അപ്പോൾ അത് ഒരു ഭാര്യയും ഭർത്താവും. അവരിപ്പോൾ അറസ്റ്റിലാണ്. ഏതായാലും ഈ സ്ത്രീ കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ മുളക് പൊടി വിതറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്നിഫർ ഡോഗ്സ് ഒന്നും വന്ന് മണപ്പിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയി. ഏതായാലും ഈ 68 വയസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മാത്രമല്ല, അവനെ പോലീസ് അങ്ങ് കൊലക്കേസ് പ്രതിയാക്കി. അയാളെ ഒരുപാട് ഹരാസ് ചെയ്തു. അയാളത് പറയുന്നത് കേൾക്കണം. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതേപോലെ ഒരിടത്ത് ചെന്ന് കയറിയല്ലേ, 68 വയസ്സുണ്ട് ഉള്ള ഒരുത്തനാണല്ലോ. അപ്പം അത് ഇച്ചിരി അനുഭവിക്കണം. അതുകൊണ്ട് എനിക്കതിലൊന്നും തോന്നുന്നില്ല. പക്ഷേ അയാളെ കൊലക്കേസ് പ്രതിയാക്കി. ഞാൻ പറയാൻ വരുന്നത് അതല്ല, പോലീസ് അതിന് കള്ള തെളിവുണ്ടാക്കി. ഇയാൾ മുളക് പൊടിയിട്ടു, ഇയാൾ കറണ്ട് കട്ട് ചെയ്തു, പിന്നെ ഇയാളുടെ വസ്ത്രം ഏതാണ്ട് ഒരെണ്ണം കൊണ്ടുവന്ന് ഒളിച്ച് പോലീസ് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചു. പോലെ എന്തിനാ 27 റിക്കവറിക്ക് വേണ്ടി കേട്ടോ. അതായത് റിക്കവറി നടത്തിയെടുക്കണം ഇയാളെ കൊണ്ടുവന്ന്. അങ്ങനെ കള്ളത്തെളിവൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇയാളുടെ മകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത്, നിൻ്റെ അച്ഛൻ നിൻ്റെ പാപ്പ കൊലപാതകയാന്ന് അതുകൂടെ പറഞ്ഞു കൊടുത്തു. അവൻ എന്ത് സങ്കടത്തിലാണെന്നറിയാമോ ആ ചെറുപ്പക്കാരനത് പറയുന്നത്. അത് നമുക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇതൊരു അനിവാര്യതയാണ്. അവിടെ ഈ അനാവശ്യമായിട്ട് പോയി കയറി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 2 പേര് എന്തെന്നറിയോ, ഈ വീട്ടിൽ കയറിയിട്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്തി അവിടെയൊക്കെ കിട്ടിയ സ്വർണവും എല്ലാം കൂടി എടുത്ത് കൊണ്ടുപോയി. അങ്ങനെയാണ് 2 എണ്ണം കൂടെ തക്കം പാർത്ത് വീട്ടിൻ്റെ പുറവശത്തോട് വന്ന് കയറിയതാണ്. അത് CCTV എന്നൊക്കെ ആ ദൃശ്യങ്ങളും ഒക്കെ കിട്ടി. ഏതായാലും അവരെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇവൻ രക്ഷപ്പെടുകയാണ്, ഈ 68കാരൻ. അതാണ് കാര്യം. കാരണം ഇനിയിപ്പോൾ അയാളുടെ പേര് എന്നാലും ബലാത്സംഗ കുറ്റം നിൽക്കുമെന്നാ പോലീസ്. എന്തോന്ന് ബലാത്സംഗം? അറിഞ്ഞുകൊണ്ടുള്ള സംഘം തന്നെയാണ്, അല്ലാതെ ബലാത്സംഗമൊന്നുമല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഏതായാലും ശരി, കിട്ടാനുള്ളതൊക്കെ അയാൾ വാങ്ങി. ഇപ്പോൾ ഈ 2 പേരെ, ഈ യഥാർത്ഥ കള്ളന്മാരെ പിടിച്ചത് കാരണം, ഒരു ഭാര്യയും ഭർത്താവുമാണ് അവരെ പിടിച്ചത് കാരണം ഇയാൾക്ക് ഇയാൾ രക്ഷപ്പെടുന്നു. പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുക ഇയാളെ ഒഴിവാക്കാൻ. ആ രീതിയിലേക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, ഈ വഴിവിട്ട ബന്ധങ്ങൾ എവിടൊക്കെ എന്തിലൊക്കെ അവസാനിക്കും നോക്കിക്കൊള്ളൂ. ഈ 68കാരൻ്റെ ഈ ദുർനടപടി മൂലം അയാളുടെ മകൻ ഒരു പയ്യനാണ്. അവൻ എന്തുമാത്രം ഹരാസ്മെൻറ്റ് നേരിടുന്നു, ആ കുടുംബം എന്ത് ഹരാസ്മെൻറ്റ് നേരിടുന്നു. ഇവിടെ അതുപോലെ തന്നെ 22 വയസ്സോട് മാത്രം പ്രായമുള്ള ഈ ദർശിത എന്ന് പറയുന്ന സ്ത്രീ, അത് എത്രയോ വർഷം ജീവിച്ചിരിക്കേണ്ടതാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അത് ദാരുണമായി കൊല്ലപ്പെടുകയല്ലേ. ദാരുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഖം പോലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലായി. ആ മുറി മുഴുവൻ ചോരക്കളമായിരുന്നു. ആ രീതിയിലാണ്. ഇത്രയും ക്രൂരത കാണിച്ച ഒരുത്തനാണ് കേട്ടോ. ഏതായാലും അവനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, അറസ്റ്റിലായി. ഇനി ഈ കേസ് മിക്കവാറും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടുന്നാണ് ഈ പണമൊക്കെ എടുത്തുകൊണ്ട് പോയേക്കുന്നത് ഇവർ കൊടുക്കാൻ. അതുകൊണ്ട് ഇരിക്കുറേക്ക് ഈ കേസ് മാറി വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കർണാടക പോലീസ് പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് പ്രവർത്തിച്ച് അവനെ തപ്പിയെടുത്തിട്ടുണ്ട്. ഏതായാലും ഇതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും കുഴപ്പത്തിൽ കലാശിക്കും എന്നുള്ളതിൻ്റെ തെളിവുകളാണിത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്.